നിയമാവർത്തനം 20-ാം അധ്യായം. നിന്റെ ശത്രുക്കൾക്കെതിരെ നീ യുദ്ധത്തിന് പോകുകയും കുതിരയെയും രഥത്തെയും നിന്നെക്കാളധികം ആളുകളെയും നീ കാണുകയും ചെയ്യുമ്പോൾ നീ അവരെ ഭയപ്പെടേണ്ട. കാരണം ഈജിപ്തിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയുണ്ട്. നിങ്ങൾ യുദ്ധത്തോടടുക്കുമ്പോൾ പുരോഹിതൻ അടുത്തുവന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ അവരോട് പറയണം, ഇസ്രായേലേ കേൾക്കുക, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുകയാണ്. അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാകരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ആശങ്കപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കുന്നവനാണ്. പ്രമാണികൾ ജനത്തോട് ഇപ്രകാരം സംസാരിക്കണം: ഒരു പുതിയ വീട് പണിതിട്ട് അത് പ്രതിഷ്ഠിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അത് പ്രതിഷ്ഠിക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലമെടുക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അതിൻ്റെ ഫലമെടുക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് സ്ത്രീയെ സ്വീകരിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അവളെ സ്വന്തമാക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ജനത്തോട് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥർ തുടരണം. അവർ പറയണം, ഭീരുവും ലോലഹൃദയനുമായ ആൾ ആരാണ്? അവൻ തൻ്റെ ഹൃദയം പോലെ തൻ്റെ കൂട്ടാളിയുടെ ഹൃദയവും ദുർബലമാക്കാതിരിക്കാൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ സൈന്യാധിപന്മാരെ ജനത്തിൻ്റെ തലപ്പത്ത് നിയമിക്കണം. നീ യുദ്ധത്തിന് ഒരു പട്ടണത്തോടടുക്കുമ്പോൾ അതിനോട് സമാധാനം പ്രഖ്യാപിക്കണം. അത് നിന്നോട് സമാധാനം പ്രത്യുത്തരിക്കുകയും നിനക്ക് കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുന്നെങ്കിൽ അതിൽ കാണപ്പെടുന്ന ആളുകളെല്ലാം നിനക്ക് നിർബന്ധിത വേലയ്ക്ക് ഉള്ളവരായി തീരുകയും അവർ നിന്നെ സേവിക്കുകയും ചെയ്യും. എന്നാൽ നീയുമായി സമാധാനം സ്ഥാപിക്കാതെ അത് നിന്നോട് യുദ്ധം ചെയ്താൽ നീ അതിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പുരുഷപ്രജകളെയെല്ലാം വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും പട്ടണത്തിലുള്ള എല്ലാറ്റിനെയും അതിൻ്റെ മുതലെല്ലാം നിനക്കായി കൊള്ളയടിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ശത്രുക്കളുടെ കൊള്ള മുതൽ നീ അനുഭവിച്ചു കൊള്ളുക. ഈ ജനതകളുടെ പട്ടണങ്ങളല്ലാത്ത നിന്നിൽ നിന്ന് വളരെ അകലെയുള്ള മറ്റെല്ലാ പട്ടണങ്ങളോടും നീ ഇപ്രകാരം ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരാൻ പോകുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ശ്വാസമുള്ളതൊന്നിനെയും നീ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് മാത്രം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരെ നീ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാർക്ക് അനുഷ്ഠിക്കുന്ന എല്ലാ മ്ലേച്ഛതകളും പ്രകാരം അവർ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും വേണ്ടിയാണിത്. ഒരു പട്ടണത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വളരെക്കാലം നീ അതിനെ ഉപരോധിക്കേണ്ടി വന്നാൽ കോടാലി ആഞ്ഞ് അതിലെ മരം നീ നശിപ്പിക്കരുത്. നിനക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമെന്നതിനാൽ നീ അത് വെട്ടിക്കളയരുത്. നിന്റെ ഉപരോധത്തിലേക്ക് വരാൻ വയലിലെ വൃക്ഷം മനുഷ്യനാണോ? ഭക്ഷണത്തിനുതകുന്ന മരമല്ലെന്ന് നിനക്കറിയാവുന്ന മരം മാത്രം നശിപ്പിക്കുകയോ മുറിക്കുകയോ ചെയ്യാം. നീയുമായി യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിനെതിരായി നീ ഉപരോധം തീർക്കണം.